പൗരാണിക കാലഘട്ടത്തിലെ ജനങ്ങൾ സൂര്യനെപ്പോലെ സ്വയം കത്തുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ചന്ദ്രനും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ 1609 ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഗലീലിയോ ഗലീലി തൻ്റെ ടെലസ്കോപ്പിലൂടെ ആകാശത്തെ നിരീക്ഷിച്ചപ്പോഴാണ് ആ സത്യം അറിഞ്ഞത്. ചന്ദ്രനിൽ മലകളും താഴ്വാരങ്ങളും ഉണ്ടെന്നും അവിടെ സൂര്യനെപ്പോലെ സ്വയം കത്തുന്ന തീയില്ല എന്നും സൂര്യൻ്റെ വെളിച്ചം അവിടെ തട്ടി പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വളരെ വ്യക്തമായി കണ്ടെത്തി. പക്ഷേ ഗലീലിയക്കും 600 വർഷങ്ങൾക്ക് മുൻപേ 11-ാം നൂറ്റാണ്ടിൽ തന്നെ ഒപ്റ്റിക്സിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന മുസ്ലിം ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇബ്നുൽ ഹൈതം തൻ്റെ പരീക്ഷണങ്ങളിലൂടെ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം സൂര്യനിൽ നിന്നുള്ള ഒരു തട്ടിപ്രതിഫലനമാണ് എന്ന് തൻ്റെ കിതാബുൽ മനാദിർ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിരുന്നു. ഖുർആനിലെ ശാസ്ത്രീയ പരാമർശമാണ് അദ്ദേഹത്തിന് ഇത്തരം ഗവേഷണങ്ങളിലേക്കുള്ള വലിയ വഴിത്തിരിവായത്. ഖുർആൻ പറയുന്നു, വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ, അവൻ അവിടെ ഒരു വിളക്കും വെളിച്ചം നൽകുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ സൂര്യനെ സ്വയം പ്രകാശിക്കുന്ന വിളക്ക് സിറാജ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ചന്ദ്രനിൽ നിന്നുള്ള വെളിച്ചത്തെ തട്ടിപ്രതിഫലിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള മുനീർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഖുർആൻ തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചന്ദ്രനിൽ നിന്നുള്ള വെളിച്ചത്തെ സൂര്യനിൽ നിന്നും തട്ടിപ്രതിഫലിക്കുന്നത് എന്ന് തന്നെയാണ് അവരുടെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്.